മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പുതുവത്സരത്തിലെ ആദ്യ ഞായറാഴ്ചയാണെന്ന്. നമ്മുടെ കർത്താവിൻ്റെ ദനഹാ തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങുന്ന പുണ്യ ദിനങ്ങൾ. പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ യോഹന്നാൻ മാബ്ദാന പുതിയ നിയമത്തിലെ മിശിഹായെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ഇവനാണ് ക്രിസ്തു. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ പുതിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. തിരുവചന പശ്ചാത്തലം അറിയണമെങ്കിൽ ഈ അധ്യായത്തിലെ 20-21 വചനങ്ങൾ നാം നോക്കണം. നീ ക്രിസ്തുവാണോ എന്ന് യോഹന്നാനോട് ചോദിക്കുമ്പോൾ അല്ല അല്ല എന്ന് പറയുന്നു. നീ ഏലിയാണോ? അല്ല. നീ പ്രവാചകനാണോ? അല്ല. എല്ലാത്തിനും അല്ല അല്ല എന്ന് പറയുന്ന സ്നാപകൻ താൻ ആരാണെന്ന് കൃത്യമായി ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ്. ഞാൻ മരുഭൂമിയിലെ ശബ്ദമാണ്. ഞാൻ ശബ്ദമാണ്, മരുഭൂമിയിലെ ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ശബ്ദം കേൾക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പാഴായി പോകുന്നു. ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നാം ആയിരിക്കുന്ന ഇടങ്ങൾ, ഭവനങ്ങൾ മരുഭൂമി അനുഭവമായിത്തീരുന്നുണ്ടോ, മരുഭൂമിയായിത്തീരുന്നുണ്ടോ എന്ന് ഒന്ന് തിരിച്ചറിയേണ്ട നാളുകളാണിത്. വീണ്ടും 31-ാമത്തെ വചനത്തില് കൃത്യമായിട്ട് സ്നാപകൻ നമ്മോട് പറയുന്നു, താൻ എന്തിനാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ക്രിസ്തുവിനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന സ്നാപകൻ. എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നവനാണെന്ന് അവൻ വിളിച്ചു പറയുകയാണ്. ഹൗ മച്ച് ഐ ആം റിലേറ്റഡ് ടു ക്രൈസ്റ്റ്. എന്തുമാത്രം എൻ്റെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിട്ട് ഞാൻ വിനിയോഗിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കുമുള്ള, ചിന്തിക്കാനുള്ള, മനനം ചെയ്യാനുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറട്ടെ. എൻ്റെ ജീവിത തീർത്ഥയാത്രയിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തുമാത്രം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു എന്ന്. ഇതുതന്നെയാണ് സ്നാപകൻ തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. നീ ആരാണ്? നീ എന്താണ്? നീ എന്തായിരിക്കണം? അതിനേക്കാൾ എല്ലാം ഉപരി എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ എന്തുമാത്രം കൊടുക്കുന്നു. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, മറക്കാതെ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാവരിലും ഒരു ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇടപെടുന്നവരിലും നിന്റെ മുമ്പിൽ വരുന്നവരിലുമെല്ലാം ഒരു ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. യോഹന്നാൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്നാപക യോഹന്നാന്മാരായി നമുക്ക് മാറാം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവനെ അനുധാവനം ചെയ്ത സ്നാപക ശിഷ്യന്മാരുടെ ചൈതന്യവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ. ഈ മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന
നല്ല മനുഷ്യനായി നമുക്ക് മാറാം. ഈ പുതുവർഷത്തിൽ ഈ ആദ്യ ഞായറാഴ്ച നല്ല തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതയാത്ര ധന്യമാക്കാം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ എന്തുമാത്രം വിളമ്പിക്കൊടുക്കുന്നു. ഇതായിരിക്കട്ടെ ഈ ദിനത്തിലെ നമ്മുടെ പാഠം.